അങ്ങനെ വിഷുവിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ്, ഓട്ടപ്പാച്ചിലിലാണ് മലയാളികളെല്ലാം. കണിവെള്ളരിയും കണിക്കൊന്നയും ഒക്കെ നിരത്തി വിഷുക്കണി ഒരുക്കാനുള്ള തിരക്കിൽ തന്നെയാണ് എല്ലാ മലയാളികളും. വിഷു വിപണിയൊക്കെ സജീവമാണ്, വലിയ തിരക്കാണ് എല്ലാ സ്ഥലങ്ങളും. ഈ ചെറിയ കടകൾ തൊട്ട് നമ്മൾ ഈ റോഡ് വരുമ്പോൾ അറിയാം, ആ സൈഡിലും ഒക്കെ കടകളിലും ഒക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വ്യത്യസ്ത തരം ലാത്തിരിയും പൂത്തിരിയും ഒക്കെയുള്ള പടക്കക്കടകളിലും കുട്ടികളുടെയും മുതിർന്നവരുടെയും തിരക്ക് നമുക്ക് കാണാം. മിഠായി തെരുവിൽ നിന്ന് മുഹമ്മദ് ഷഹീദും, കൊച്ചിയിലെ പടക്കക്കടയിൽ നിന്ന് ആദിത്യൻ ഓമനക്കുട്ടനും, ചാല മാർക്കറ്റിൽ നിന്ന് രാഹുൽ ജി നാഥും ഒക്കെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം രാഹുൽ ജി നാഥിലേക്ക് പോകാം. രാഹുൽ, നാളെയാണ് വിഷു. അപ്പോൾ ഇന്നാണ് നമ്മൾ കണിയൊക്കെ വയ്ക്കുന്നത്, ഇന്ന് രാത്രി. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ്, ഓട്ടപ്പാച്ചിലിലാണ് മലയാളികളെല്ലാം. അപ്പോൾ തിരുവനന്തപുരത്തെ പ്രത്യേകിച്ച് ചാല മാർക്കറ്റിൽ നിന്നുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? സേതു, ഈ പറയുന്ന പോലെ ഇനി വിഷുവിലേക്കുള്ള ഒരുക്കത്തിൻ്റെ അവസാന ലാപ്പിലാണ് ആളുകൾ ഓടി നടന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കണിക്കൊന്ന കിട്ടാൻ കൂടിയില്ല. പിന്നെ നമുക്ക് ഈ തെക്കൻ കേരളത്തെ സംബന്ധിച്ച് വിഷു ഈ പറയുന്ന പോലെ വടക്കോട്ടുള്ളതുപോലെ പടക്കങ്ങളില്ല, ബാക്കി കാര്യങ്ങളില്ല. എങ്കിലും ഈ പറഞ്ഞതുപോലെ ആഘോഷത്തിനൊട്ടും കുറവില്ല. കണി ഒരുക്കാനുള്ള അവസാന തയ്യാറെടുപ്പിലാണ്. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ അതിഥി നമ്മളെ കാത്തു നിൽപ്പുണ്ട്, ഒരു സ്പെഷ്യൽ അതിഥി. അപ്പോൾ ഈ പറയുന്ന പോലെ അദ്ദേഹം ഇന്ന് രാത്രി തന്നെ ഇറങ്ങിയതിൽ സംശയമുണ്ട്. ഇന്ന് രാത്രി തന്നെ ഇറങ്ങിയതിൽ സംശയമുണ്ട്. നമുക്കൊന്ന് നേരിട്ട് തന്നെ ചോദിക്കാം. കൃഷ്ണൻ, ചാല മാർക്കറ്റിൽ കൃഷ്ണൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് സാധനം വാങ്ങിച്ച് നാളെ കണി കാണാനായിട്ട് ഒരുങ്ങിയിരിക്കുക. നിങ്ങൾ ഇപ്പോഴേ ഈ റോഡിൽ ഇറങ്ങിയാൽ അങ്ങനെ? പിന്നെ എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി. എല്ലാ പ്രാവശ്യം നമ്മൾ വിഷുവിൻ്റെ അന്നല്ലേ ഇറങ്ങുന്നത്, അത് തലേദിവസം ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ. അപ്പോൾ എന്താ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഉദ്ദേശം? നമ്മൾ അങ്ങനെ വലിയ ഉദ്ദേശമൊന്നുമില്ല. എല്ലാവർക്കും ഭക്തരെ എല്ലാം നേരിൽ കാണുക, അങ്ങനെ നേരെ തിരിച്ചു പോവുക. ശരി, ഇവിടെ കുറച്ച് ഭക്തര് ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്നുണ്ട്. അവരുടെ കച്ചവടമൊക്കെ ഒന്നും ചോദിച്ചോ? ഇല്ല, ചോദിച്ചോ അങ്ങനെയുണ്ട്, കച്ചവടം ഉണ്ടോ, കാര്യങ്ങളുണ്ടോ എന്ന്? ചേട്ടാ കൃഷ്ണൻ എത്തിയിട്ടുണ്ട്. ചേട്ടൻ കൃഷ്ണൻ വന്നിട്ടുണ്ടോ? കൃഷ്ണൻ ചേട്ടൻ സാധനം വാങ്ങാൻ ഇറങ്ങിയാണോ? ഓണറാണോ? അല്ല, സാധനം വിഷു കണിക്ക് വേണ്ടി ഇറങ്ങിയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ വർഷത്തെ വിഷു? അങ്ങനെയുണ്ട്, നാളെ അറിയാല്ലേ? അടിപൊളി, നല്ലതായിരിക്കണം. ശരി കൃഷ്ണൻ, ഈ പറഞ്ഞതുപോലെ ജനങ്ങളോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ എന്തായാലും രാത്രി ഇറങ്ങി, ഇനി എപ്പോൾ തിരിച്ചു പോയിട്ട് രാവിലെ ഒരുങ്ങി നിൽക്കേണ്ടേ വീണ്ടും? എങ്ങനെയാ എന്റെ പരിപാടി? അല്ലാതെ ഇനി അടുത്ത് വാടകയ്ക്ക് വിളിച്ചവരുണ്ട്. രാവിലെ ഇനി വാടകയ്ക്ക് ഓരോ സൈറ്റിൽ പോവാണ്. അപ്പൊ ശരി, ഇതിപ്പോ ഇറങ്ങുന്നതിന്റെ ഉദ്ദേശം എന്താ പറയുക? ഒരു യൂട്യൂബ് ചാനലിന്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മളെ കൂടെ പയ്യന്മാരുണ്ട്. അപ്പം യൂട്യൂബ് ചാനലിൽ ഇതിൽ വിഷു പ്രോഗ്രാമായിട്ട്. ശരി, അപ്പൊ ഈ പറഞ്ഞതുപോലെ അത്തരത്തിൽ ഈ ആഘോഷവുമായി ബന്ധപ്പെട്ടും അതിന്റെ ഈ പറയുന്നത് പോലെ ആളുകളെ ഒന്ന് കാണുക, അതിൽ ഒരുങ്ങി നിൽക്കുക എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങളുണ്ട്. നമുക്ക് എൻ്റെ സൈഡിൽ കാണാം, ഇവിടുന്ന് ഈ പറയുന്നത് പോലെ കണിവെള്ളരിയും ഈ ബാക്കി ഫലങ്ങളും എല്ലാം വാങ്ങിക്കാനായിട്ട് ആളുകൾ തിരക്ക് കൂട്ടുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ കടലെ ചേട്ടനുണ്ട്. ചേട്ടൻ രാവിലെ മുതൽ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുക. ചേട്ടാ, കച്ചവടം എങ്ങനെ ഉണ്ട് ഇവിടെ? കുഴപ്പമില്ല, നല്ല ഇതായിട്ട് പോകണം. കണിക്കൊന്ന തീർന്നുല്ലേ? രാവിലെ തന്നെ തീർന്നു. രാവിലെ തീർന്നു പോയി. അപ്പൊ ബാക്കി കാര്യങ്ങൾ എങ്ങനെ? ഇന്നിപ്പോ മഴ പെയ്തു, രാവിലെ വെയിലുണ്ടായിരുന്നു, എല്ലാം കൂടെ കടന്ന ഒരു വിഷുവാണ്. നല്ല അന്തരീക്ഷമായിരുന്നു, നല്ല ആളും ഉണ്ടായിരുന്നു. ചാലക്കടയ്ക്കകത്ത് അപ്പൊ ഇന്ന് രാത്രി ആള് കാണും. നല്ല ആൾ ഇറങ്ങിയതേ ഉള്ളൂ. ഉച്ചയ്ക്ക് ചൂടും ഇതെല്ലാം ആയതുകൊണ്ടാണ് ആൾക്കാർ ഇറങ്ങാൻ മടിച്ചത്. ഇപ്പൊ നല്ല ആളുണ്ട്. ശരി, അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് വിഷു ആഘോഷങ്ങൾക്ക് സജ്ജമായിരിക്കുകയാണ് ആളുകൾ. ഈ കച്ചവടക്കാർക്കും എന്താ പറയുക, വിശ്രമമില്ലാത്ത ഇടവേളകളില്ലാത്തൊരു ദിവസമായിരുന്നു. ഇപ്പോഴും തുടരുകയാണ് ആളുകൾ ഇങ്ങനെ ചാല മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ചന്തയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു സേതു, ഇവിടെ പടക്കങ്ങളില്ല. ഈ പറയുന്നത് പോലെ വടക്കോട്ടുള്ള വലിയ ആഘോഷ പെരുമയൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളും നമ്മുടേതായ ഒരു ഭാഗം നമ്മളും വിഷു തകർക്കും സേതു. തീർച്ചയായും രാഹുൽ, നമ്മൾ തകർത്ത് വാരും എന്താണെങ്കിലും ഈ വിഷു തെക്കൻ കേരളക്കാർ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ചാല മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞാലേ, നമ്മൾ ഈ തിരുവനന്തപുരത്തുകാർക്ക് അതൊരു പ്രത്യേക ഒരു വികാരം കൂടിയാണ്. നമുക്ക് എന്തൊരു ആഘോഷം വന്നാലും എന്തൊരു വിശേഷ ദിവസം വന്നാലും എല്ലാവരും ആദ്യം പോകുന്ന സ്ഥലം ഈ ചാല മാർക്കറ്റാണ്. പണ്ടൊക്കെ വീട്ടിലൊക്കെ പറയുമായിരുന്നു, അച്ഛനെ അമ്മയെ ഒഴിച്ച് ബാക്കി എല്ലാം ചാലയിൽ കിട്ടുമെന്ന്. സത്യമാണ്, അതൊഴിച്ചിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് എന്ത് വേണമെങ്കിലും ചാലയിൽ കിട്ടും. അപ്പോൾ ചാലയിലെ തിരക്കും കാര്യങ്ങളും വിഷു ഓട്ടോ ഒക്കെയാണ് രാഹുൽ ജി നാഥ് പ്രേക്ഷകരിലേക്ക് വളരെ സമഗ്രമായി എത്തിച്ചത്. ഇനിയിപ്പോൾ ഞാൻ കൊച്ചിയിലേക്ക് പോകുവാണെങ്കിൽ ആദിത്യൻ ഓമനക്കുട്ടനുണ്ട്. ആദ്യം ഇപ്പോൾ നിൽക്കുന്നത് അവിടുത്തെ ഒരു പടക്കക്കടയിലാണ്. ആദി, ഇപ്പം നമ്മുടെ രാഹുൽ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ ഈ തെക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ നമുക്ക് ഈ പടക്കങ്ങളില്ല. അപ്പോൾ അതെന്നും ഒരു കൗതുകമാണ്. എന്തിനാണ് ഈ പടക്കം പൊട്ടിക്കുന്നത് എന്നൊരു ചിന്ത അതിപ്പോഴും ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ കൊച്ചിയിലെ ഓട്ടം, തിരക്ക്, വിഷു ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? എന്താണ് അവിടുത്തെ കാഴ്ചകൾ? എന്തായാലും സേതു, കൊച്ചിക്കാരങ്ങനെ പടക്കങ്ങളില്ലാതെ വിഷു ആഘോഷിക്കാൻ ഒരു ഉദ്ദേശം കൊച്ചിക്കാർക്കില്ല. തിരുവനന്തപുരത്ത് എന്തായാലും പടക്കമില്ലാത്തത് ഖേദകരമായ ഒരു വാർത്തയെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കൊച്ചിയിലേക്ക് നമുക്ക് നോക്കാം. പാലാരിവട്ടത്തെ ഒരു പടക്കക്കടയാണ്. ഈ തിരക്ക് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം എന്ത് വലിയ തിരക്കാണ് ഇവിടെ എന്ന്. ഒരു സാദൃശ്യപ്പെടുത്തൽ പറയുകയാണെങ്കിൽ ബിവറേജിനേക്കാൾ വലിയ തിരക്കെന്ന് വേണമെങ്കിൽ പറയാം. വലിയ തിരക്കാണ് പടക്കം വാങ്ങിക്കാൻ. കുടുംബത്തോടെയൊക്കെ ഒരുപാട് പേര് ഓടിയെത്തി പടക്കങ്ങൾ വാങ്ങിക്കുകയാണ്. പലതരം പടക്കങ്ങളാണ് ഈ തവണ, പല വെറൈറ്റികളുണ്ട്. ആ വെറൈറ്റികളൊക്കെ വാങ്ങിക്കുകയാണ് ആളുകൾ. ഒരു പ്രധാനപ്പെട്ട കാര്യം, പടക്കത്തിനൊക്കെ നല്ല വിലയാണ്.
മിനിമം ഒരു 500 രൂപ 600 രൂപ ഉണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് പടക്കമൊക്കെ വാങ്ങിക്കാൻ പറ്റത്തുള്ള സാഹചര്യമാണ്. അത്രത്തോളം വില കൂടുതലാണ് എന്തായാലും. പക്ഷേ വിഷുവിന് പടക്കങ്ങളില്ലാതെ എന്ത് ആഘോഷം? എന്തായാലും വലിയ ആഘോഷ പരിപാടികളാണ്. പടക്കം മാത്രമല്ല, ഇവിടെ ഫ്രൂട്ട്സിൻ്റെ പഴവർഗ്ഗങ്ങൾ കിട്ടുന്ന കടയും കാണാം. ദാണ്ടെ കണിവെള്ളിരയും പൈനാപ്പിളും ഒക്കെ കിലോ കണക്കിന് കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. അത്രയ്ക്ക് വലിയ തിരക്കാണ്. ഈ വിഷുവിൻ്റെ തൊട്ട് തലേ ദിവസം ആയതുകൊണ്ട് ആ ഒരു പാച്ചിൽ ഇവിടെ കാണാം. ഇവിടെ ഒരുപാട് പേര് പടക്കങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകണം. ചേട്ടാ തിരക്കാണോ? വാങ്ങിച്ചോ പടക്കം? എന്തൊക്കെയാ വാങ്ങിച്ചേ? കമ്പിത്തിരിയും ഇതൊക്കെയാണ് വാങ്ങിച്ചത്. പടക്കം അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അപ്പോൾ ഇത് പടക്കം വീട്ടിലുണ്ടോ? ഉണ്ടാക്കുന്നതാണോ? ഇല്ലില്ല, ഉണ്ടാക്കുന്നതല്ല, വീട്ടിലുണ്ട് പടക്കം. അപ്പോൾ പിള്ളേർ ഇതിപ്പോൾ പിള്ളേരും കൂടി മേടിച്ചാണിത്. തികയുന്നില്ല. അപ്പോൾ പിള്ളേരും കൂടി മേടിച്ചാണിത്. പടക്കം തികയാതെ ഒരു പടക്കം കയ്യിലുള്ള സ്റ്റോക്ക് തികയാതെ വന്നതുകൊണ്ട് വീണ്ടും വാങ്ങിച്ചാണ് കൊച്ചിക്കാരുടെ പടക്കത്തോളം. തിരുവനന്തപുരത്തൊന്നും പടക്കമില്ല. അതെ. ഇത് നമ്മൾ ഇന്നലെ ശരിക്കും എല്ലാം പൊട്ടിക്കാൻ നോക്കണം. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മേടിച്ചാണ്. ഇന്ന് തന്നെ പൊടിച്ച് കയറാൻ പോവാ. ഇന്ന് പൊട്ടിക്കും. പിന്നെ നാളത്തേക്കുള്ള വേണമെങ്കിൽ തികഞ്ഞില്ലെങ്കിൽ കുറച്ച് മേടിക്കുന്ന സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. എത്ര രൂപയായി എല്ലാത്തിനും കൂടെ? ഇതിപ്പോൾ ഒരു 500 രൂപയുടെ പടക്കം മേടിച്ചിട്ടുണ്ട്. 500 രൂപ ആയി. വേറെ ഇതെല്ലാം കൂടി മേടിച്ച് ഇപ്പം മേടിച്ചതും നേരത്തെ എല്ലാം കൂടി. വില എങ്ങനെ ഉണ്ട്? വില കൂടുതലാണ്. എന്ത് ചെയ്യാനാണ്? എല്ലാവരും കൂടി നോക്കിയാണ് നമ്മൾ മേടിക്കണം. അവർക്കും കൂടി സന്തോഷം. മിനിമം 500 രൂപ വേണം അല്ലേ? അതെ. എന്നാലേ ഒന്ന് കത്തിക്കാനുണ്ടാവുള്ളൂ നമുക്ക്. വലിയ പാടാണ്. അപ്പോൾ ശരി, ഹാപ്പി വിഷു. ഓക്കെ ഹാപ്പി വിഷു. ചേച്ചി മയിൽപ്പീലിയൊക്കെ വാങ്ങിച്ചല്ലേ? എങ്ങനെയുണ്ട് വിഷു ഒക്കെ? പടക്കം വാങ്ങിയാൽ വന്നതാണ്. പടക്കല്ല, ഉരുളി വാങ്ങിക്കാൻ. ഉരുളി ഈ അലങ്കരിക്കാനല്ലേ, കണി വെക്കാനുള്ള? എവിടുന്ന് വാങ്ങിക്കാനാണ് ഉദ്ദേശം? അവിടുന്ന് വാങ്ങിച്ചു. അപ്പൊ ഇവിടുന്ന് പറഞ്ഞ് പൂത്തിരി വാങ്ങിക്കാം. പൂത്തിരി കമ്പിത്തിരി ആഘോഷിക്കാൻ ഉള്ള പരിപാടിയാണ്. പക്ഷെ ഒരാളിവിടെ സങ്കടത്തിലാണ്. ചെറിയൊരു സങ്കടമുണ്ട്, എനിക്ക് മനസ്സിലായി. എന്താണ് സങ്കടം? പ്രഷർ എടുത്തെന്ന് പറഞ്ഞു ചേച്ചി. ചെറിയൊരു സങ്കടമുണ്ട്. നേരത്തെ ഞാൻ സംസാരിക്കുന്ന കേട്ടായിരുന്നു. എന്താ സങ്കടം? എന്താണ് സങ്കടം എന്ന് പറഞ്ഞാൽ കണിക്കൊന്ന കിട്ടാനില്ല. കണിക്കൊന്ന കിട്ടാനില്ല. ഇല്ല, ഇടിയൻ ചക്ക കിട്ടാനില്ല. പിന്നെ എന്ത് വിഷു കഴിക്കും ഞങ്ങള്? പറയേ, കൊച്ചിക്കാരുടെ സങ്കടം അതാണ്. അതാണ് സങ്കടം. തിരുവനന്തപുരത്തുകാർക്ക് ചാല മാർക്കറ്റിൽ പടക്കങ്ങളില്ലെങ്കിൽ കൊച്ചിയിലെ പ്രധാനപ്പെട്ട സങ്കടം ഇതാണ്. ഏറ്റവും പ്രധാന ഐറ്റം തന്നെ ഇല്ല, കണിക്കൊന്ന കിട്ടാനില്ലെന്നാണ് പറയുന്നത്. വേറെ എന്തൊക്കെയാ ചെയ്യില്ലാത്ത? കണിക്കൊന്നില്ലെങ്കിൽ പ്ലാസ്റ്റിക് കണിക്കൊന്നയായിട്ട് അത് കൊള്ളാലോ. പുതിയ ഐറ്റം നോക്കട്ടെ. ഇതെന്താണ് സാധനം? പ്ലാസ്റ്റിക്കോ? ഒറിജിനൽ കിട്ടാത്തോണ്ടാ? പ്ലാസ്റ്റിക്. ഇത് എവിടുന്ന് മേടിച്ചു? എത്ര രൂപയായി ഇതിന്? 50. എന്തായാലും ഞങ്ങൾ കൊച്ചിക്കാര് കണിക്കൊന്ന കിട്ടിയില്ലെങ്കിൽ ചുമ്മാ ഒന്നും പോകുന്നില്ലാണ്ട് പ്ലാസ്റ്റിക് കണിക്കൊന്ന കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ. ഇത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. എത്ര രൂപ ഇതിന്? 50 രൂപയോ? അതിന് തന്നെ 50 രൂപയാണ് കേട്ടോ. ഒറിജിനൽ കണിക്കൊന്ന കിട്ടാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൊച്ചിക്കാർ പുതിയൊരു മാർഗ്ഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് കണിക്കൊന്ന. ചേച്ചി പ്ലാസ്റ്റിക് കണിക്കൊന്ന കിട്ടും കേട്ടോ അവിടെ. പ്ലാസ്റ്റിക് കൊണ്ട് തൃപ്തിയാവില്ല. അതൊന്നും തൃപ്തിയാവില്ല. എന്ത് ചെയ്യും ഇനിയിപ്പോ ഇന്ന് രാത്രിയിൽ? എന്ത് ചെയ്യും? കണിക്കൊന്ന ഇല്ലാതെ കണിയാണ്. അല്ലാതെ എന്ത് പറയാ? പടക്കം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോണോ? എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു പടക്കം? 600 രൂപ. മകളുടെ നിർബന്ധത്തിലാണോ പടക്കങ്ങൾ വാങ്ങിച്ചത്? ശരി, ആദ്യം എന്താണെങ്കിലും നിർബന്ധമുണ്ടോ പടക്കം വേണമെന്ന്? ചെറുതായിട്ട് ഇഷ്ടമാണ്. ഇവിടെ ചാലയില് പറഞ്ഞ പോലെ പടക്കം ഇല്ലായെങ്കിലും ഇവിടെ കണിക്കൊന്ന കിട്ടുന്നുണ്ട്. പക്ഷേ കൊച്ചിയിൽ കണിക്കൊന്ന ഇല്ലാത്ത കാര്യം അവർ പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്. നമ്മുടെ വിഷുവിൻ്റെ തിരക്ക്, ഓട്ടം, കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമ്മൾ അറിയേണ്ടത് കോഴിക്കോട്ടെ കാര്യങ്ങളാണ്. അപ്പോൾ കോഴിക്കോട്ടെ വിഷു ഓട്ട പ്രദക്ഷിണമൊക്കെ ഏതുവരെ ആയി എന്നറിയണമെങ്കിൽ മുഹമ്മദ് ഷഹീദ് ഉണ്ട്. ഷഹീദ് നമ്മൾ കൊച്ചിയിലെ കാഴ്ചകൾ കണ്ടു. തിരുവനന്തപുരത്ത് കൃഷ്ണൻ വരെ ഇറങ്ങി നേരിട്ടുള്ള കച്ചവടമൊക്കെയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ കോഴിക്കോട്ടെ പ്രത്യേകിച്ച് മിഠായി തെരുവിലെ കാഴ്ചകൾ ഏതുവരെയാണ്? അവിടെ കണിക്കൊന്നയൊക്കെ ഉണ്ടോ ഇപ്പോഴും? സേതു, കോഴിക്കോട്ടുകാരുടെ എല്ലാ ആഘോഷങ്ങളും ചെന്ന് അവസാനിക്കുന്നത് കോഴിക്കോട്ടെ ഈ മിഠായി തെരുവിലാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ ആളുകൾക്ക് സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം നമ്മൾ പറയുന്നതിനെ അനുസ്മരിപ്പിക്കുന്ന വിധം ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. പുതിയ ട്രെൻഡ്, ഫാഷൻ, ഏറ്റവും പ്രധാനമായും വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടേക്ക് മിഠായി തെരുവിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വൈകിട്ടായി, നാളെ വിഷുവാണ്. പക്ഷേ ആളുകൾ വസ്ത്രങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ചേച്ചി വസ്ത്രങ്ങളൊക്കെ എടുത്തോ? വിഷു ഇപ്പൊ നാളെ, ഇത് രാത്രി, നാളെ വിഷു ആഘോഷിക്കാനായി എടുത്തു കഴിഞ്ഞില്ല? ഇപ്പോൾ എടുത്തുണ്ട്, ഇനിയുണ്ട്, കുറച്ചുകൂടെ പർച്ചേസ് ചെയ്യും. എപ്പോഴും എസ്എംസിറ്റിലെത്തും? എസ്എംസിറ്റിലാണോ സ്ഥിരമായിട്ട് എത്താറുള്ളത്? അങ്ങനെ എത്താറുണ്ട്. ഇങ്ങനെ ഓണം, വിഷു ദിവസങ്ങളിലൊക്കെ എസ്എംസിറ്റിലാണ് വരാറുള്ളത്. എങ്ങനെയുണ്ട് പരിപാടി? കുഴപ്പമില്ല. എന്തൊക്കെയല്ലേ പുതിയ ട്രെൻഡ്? എന്തൊക്കെയാണ് ട്രെൻഡ്? മാക്സി, ടോപ്പ്, ലെഗിനി, ജെഗിനി, പലാസ്. 4 ടോപ്പിന് 500 ആക്കി, 4 പലാസ് 500 ആക്കി, മാക്സി 2 300 ആക്കി, ജെഗിന് 150 ആക്കി. ഓഫർ പ്രത്യേക ഓഫറാ, ഫുൾ ഓഫർ തന്നെ. ഇവിടെ ഓഫറിന് എന്തല്ലേ പുതിയ ട്രെൻഡ്? എന്തല്ലേ
സേതു, നമുക്കിപ്പോൾ ഈ സെയിൽസ്മാർ വിളിക്കുന്നത് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കും ആളുകൾക്ക് ഏത് കടയിൽ കയറണം എന്നുള്ള കാര്യം. കാരണം ആ രീതിയിൽ പുതിയ ട്രെൻഡുകൾ. 4 ടോപ്പിന് 500, 4 ടോപ്പിന് 500, 4 പലാസ പെൻ 500, 4 പാട്ടിയാല പെൻ 500, 2 മാക്സിക്ക് 300. നല്ല തിരക്കാണോ? നല്ല തിരക്കാ, 9 തിരക്ക്. ചൂടൊന്നും ആളുകൾക്ക് ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. റമദാനെക്കാട്ടി കൂടുതൽ തിരക്കാ ഇപ്പോൾ വിഷുവിന്. ഏറ്റവും കൂടുതൽ വിഷുവിനെ പാട് നല്ല കച്ചവട അടിപൊളി റാത്ത്. സേതു, 2 ദിവസം മുമ്പ് ചെറിയ പെരുന്നാളിന് സമാനമായ രീതിയിൽ വലിയ ആൾക്കൂട്ടം വന്നൊഴുകിയ ഒരു ഇടമാണ് ഈ SM സ്ട്രീറ്റ്. ഇതിപ്പോൾ 2 ദിവസത്തിന് കഴിഞ്ഞ ശേഷം വീണ്ടും ജനപ്രവാഹം. ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ആഘോഷങ്ങളും ഈ SM സ്ട്രീറ്റിലാണ് ആളുകൾ ആഘോഷിക്കുന്നത്. നല്ല ചൂടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലൊക്കെ മഴയുണ്ടായിരുന്നു, പക്ഷേ നഗരത്തിൽ മഴ പെയ്തിട്ടില്ല. പക്ഷേ കാർമേഘം അന്തരീക്ഷത്തിലുണ്ട്, ഏത് നിമിഷവും പെയ്യാം. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ SM സ്ട്രീറ്റിൽ മഴ പെയ്യാത്തതുകൊണ്ട് ആളുകൾക്ക് വന്ന സാധനങ്ങൾ വാങ്ങിപ്പോകുന്നതിനൊന്നും ഒരു തടസ്സവുമില്ല. ഏതായാലും ഈ ഓണക്കോടിക്ക് വേണ്ടിയിട്ട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ മയിൽപ്പീലിയൊക്കെ ആയിട്ട് ആളുകൾ പോകുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇന്ന് LDF-ന്റെ നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് LDF-ന്റെ സ്ഥാനാർത്ഥി എളവരം കരീം ഈ വിഷുത്തിരക്കിനിടയിൽ SM സ്ട്രീറ്റിലെത്തി വോട്ട് ചോദിക്കുന്നത് കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാവിധ തരത്തിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെയും ഈ വിഷുവിൻ്റെയും ഒക്കെ ആഘോഷങ്ങളുടെ സംഗമവേദി കൂടിയായി മാറുകയാണ് കോഴിക്കോട്ടെ ഈ തെരുവ് SM സ്ട്രീറ്റ്. ശരി ഷഹീദ്, എന്താണെങ്കിലും കോഴിക്കോട്ടെ വിഷു തിരക്ക്, വിഷു കച്ചവടമൊക്കെ കണ്ടു, വലിയ തിരക്ക് കാര്യങ്ങൾ. ഞാൻ നോക്കുമായിരുന്നു, ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണ് ആഘോഷങ്ങളൊക്കെ. തിരുവനന്തപുരത്ത് ഒരു തരത്തിൽ, കൊച്ചിയിലേക്ക് പോകണമെങ്കിൽ മറ്റൊരു തരത്തിൽ, കോഴിക്കോട്ടേക്ക് വരുമ്പോൾ ഇതിന് മൊത്തം വ്യത്യസ്തമായിട്ട് അവിടെ ഈ ഡ്രസ്സൊക്കെ എടുത്ത് അതിനൊക്കെയാണ് വലിയ തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ നമ്മുടെ രാഹുൽ ജി നാഥിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. രാഹുൽ, നേരത്തെ നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ചപ്പോൾ ഞാൻ ആദിത്യനിലേക്ക് പോയപ്പോൾ ആദിത്യൻ നമ്മുടെ റിപ്പോർട്ട് തുടങ്ങിയത് തന്നെ രാഹുൽ ജി നാഥിനെ ചെറുതായിട്ടൊന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ്. കാരണം നമ്മുടെ ഇവിടെ പടക്കങ്ങളില്ലാത്തത് എന്തോ ഒരു വലിയ തെറ്റായിട്ട് നമ്മൾ കുറച്ച് ഒക്കെ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. രാഹുൽ എങ്ങനെ തോന്നിയോ? സേതു, അത് തീർച്ചയായും ഞാനത് ഓരോ സ്ഥലത്തും ഓരോ ആഘോഷമാണെന്ന് പറഞ്ഞു വെച്ചപ്പോൾ ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞു വന്നതിൻ്റെ കൂടുതൽ 5 വട്ടമെങ്കിലും തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യത്തിനോട് പറയാനുള്ളത്, പടക്കം നമ്മൾ സമാധാനപരമായി ഈ വലിയ എല്ലാ പ്രായക്കാർക്കും ഇത് ആഘോഷിക്കണമല്ലോ, കുഞ്ഞുങ്ങളുണ്ട്, വയസ്സായവരുണ്ട്. അപ്പോൾ സമാധാനപരമായി ആഘോഷിക്കുകയാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് അവിടെ കണിക്കൊന്ന കിട്ടുന്നില്ല എന്ന് അറിഞ്ഞു. കണിക്കൊന്ന വേണമെങ്കിൽ തിരുവനന്തപുരത്തുണ്ട് കേട്ടോ, ആദ്യത്തിന് വന്ന് വാങ്ങിക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ധാരാളം കണിക്കൊന്നയുണ്ട്. അവിടെ കുട്ടികൾ മയിൽപ്പീലിയാണ് നിൽപ്പുണ്ട്, മയിൽപ്പീലി. അവർ അവസാന ഘട്ട ഇതാണ്, കൃഷ്ണനെ മയിൽപ്പീലിയോടെ വെച്ച് കഴിഞ്ഞാൽ ആഘോഷം പൂർത്തിയാകും. കാരണം കണിക്കൊന്നയൊക്കെ ഞങ്ങൾ നേരത്തെ വാങ്ങിച്ച് റെഡിയായി നിൽക്കുകയാണ്. മനസ്സിലായില്ലേ മക്കളെ? എങ്ങനെയുണ്ട് ആഘോഷം? എങ്ങോട്ട് തിരുവനന്തപുരത്തെ വിഷു എങ്ങനെയുണ്ട്? കൊച്ചിയിൽ നിന്നൊരു ചേട്ടൻ പറയുന്നു കൊച്ചിയിൽ ആഘോഷമാണ് വരുന്നത്. തിരുവനന്തപുരമാണോ കൊച്ചിയിൽ ആഘോഷമാണോ നല്ലത്? തിരുവനന്തപുരം അല്ലേ? എന്തുകൊണ്ടാ? ഈ പറഞ്ഞതുപോലെ കുട്ടികളെല്ലാവരും ഈ പറയുന്നത് പോലെ അവര് സജ്ജമായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അതാ കണ്ടില്ലേ, അവരെ കയ്യിൽ മയിൽപ്പീലി ഉണ്ട്. ഇനി അവസാന ഘട്ട കുറച്ച് കണിവെള്ളരിയുടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം പടക്കം തിരക്കൊന്നും നടക്കുന്നില്ല, വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. ഞങ്ങളിത് വൃത്തിയായി വെടിപ്പായി വിഷു വൃത്തിയായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സേതു, ആദിത്യ, അതീ കേട്ടല്ലോ അല്ലേ? നമ്മൾ നല്ല വൃത്തിക്കും വെടിപ്പിനും സമാധാന പ്രിയരാണ് നമ്മൾ തിരുവനന്തപുരത്തുകാർ. ആ കാഴ്ചകൾ മാത്രമല്ല, ഇവിടെ ഡയറക്റ്റ് കൃഷ്ണൻ നേരിട്ടിറങ്ങിയാണ് കച്ചവടമൊക്കെ നടത്തുന്നത്. സേതു, ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് 2 കാര്യങ്ങളുണ്ട്. രാഹുൽ സങ്കടത്തിലായിരിക്കും, കാരണം ഞാനും രാഹുലും കൊല്ലംകാരാണേ. ഞങ്ങൾ ദീപാവലി വിഷുവൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നതാണ്. എന്തായാലും രാഹുൽ തിരുവനന്തപുരത്ത് പെട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. പടക്കങ്ങളില്ലാതെ എന്ത് വിഷു എന്ത് ദീപാവലി എന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും വലിയ സങ്കടം തന്നെയാണ് പടക്കങ്ങളില്ലാത്തത്. നേരത്തെ ഞങ്ങൾക്ക് കണിക്കൊന്നയില്ലാന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ചേച്ചി, കണിക്കൊന്നയാണോ? ഒറിജിനൽ അല്ലേ? പ്ലാസ്റ്റിക് അല്ലല്ലോ? എവിടെ നിന്നാണ്? അവിടെ കിട്ടുമല്ലേ? ഇവിടെ ആൾക്കാർ കിട്ടാതെ പോകുന്നുണ്ട്. 80 രൂപ അല്ലേ? കാശ് ഇച്ചിരി ആയാലും പ്രശ്നമില്ല, ഞങ്ങൾ കണിക്കൊന്ന ഒറിജിനലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ കിട്ടാതെ പോകുമ്പോൾ ചിലപ്പോൾ പ്ലാസ്റ്റിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങൾ പിന്നെ വ്യാവസായിക നഗരമൊക്കെ ആയതുകൊണ്ട് അതിൻ്റേതായ ചില അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സൊക്കെ ഞങ്ങൾ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഈ കൊച്ചിയിൽ കണിക്കൊന്നകളില്ലാത്തൊരു പകരം പ്ലാസ്റ്റിക് കണിക്കൊന്നൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ പടക്കത്തിന് യാതൊരു പഞ്ഞതുമില്ല. പലതരം പല വെറൈറ്റി പടക്കങ്ങളാണുള്ളത്. അത് നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എന്ത് തിരക്കാണെന്നുള്ളത്. വലിയ തിരക്കാണ്. കൊച്ചു കുട്ടികളൊക്കെ വന്ന് നിൽക്കുകയാണ് പടക്കം വാങ്ങിക്കാനായിട്ട്. മോനെ, ഏത് ഐറ്റമാണോ നോക്കുന്നത്? എന്താ നോക്കുന്നത്? എന്താ വേണ്ടത്? റോക്കറ്റ് ആണോ? റോക്കറ്റ് അല്ല, പൂത്തിരി മതിയോ? വേറൊന്നും വേണ്ട, പൂത്തിരി മാത്രം മതി. അച്ഛൻ മേടിച്ചു തരത്തില്ലേ? എന്ത് ചോദിച്ചാലും മേടിച്ചു തരും. ഇഷ്ടപ്പെട്ട ഐറ്റം എടുത്ത് ഇഷ്ടപ്പെട്ട ഐറ്റം അച്ഛനെ കൊണ്ട് ഇപ്പം തന്നെ മേടിപ്പിക്കാം. അച്ഛൻ മേടിച്ചു കൊടുക്കോ? ഇതല്ലേ വാങ്ങിച്ചിട്ടാ, ഒരു ബോക്സ് അറിയാൻ വാങ്ങിച്ചിട്ട് മതി എന്നാ പറയുന്നത് അച്ഛൻ. റോക്കറ്റ് വേണ്ട, റോക്കറ്റ് വേണ്ട, ഇത്രയും മേടിച്ചോ? അടിപൊളി. MRF-ന്റെ ബാറ്റും ഉണ്ട്. വിഷു സ്പെഷ്യലാണിത്. വിഷു സ്പെഷ്യലാ. ഇതെന്താ ഐറ്റം കണ്ടില്ലേ? ഇതെന്താ സാധനം? എന്താ ഇത്? ഇതിങ്ങനെ കത്തിച്ച് എന്താണെങ്കിലും
വിഷു ആഘോഷം അത് കേരളം ഒട്ടാകെ അങ്ങ് തിമിർക്കുകയാണ്. എല്ലാവരും അവസാനവട്ട ഓട്ടപ്പാച്ചിലൊക്കെയാണ്. ഇനി കണി ഒരുക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദും കൊച്ചിയിൽ നിന്ന് ആദിത്യൻ ഓമനക്കുട്ടനും തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിൽ നിന്ന് രാഹുൽ ജി നാഥുമാണ് വിവരങ്ങളൊക്കെ കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.